ഇല്ലാത്ത കഥകൾ മെനഞ്ഞ് കോളേജ് അധികൃതർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ പിതാവ് രാജൻ. നിതിൻ ലോൺ ആപ്പ് വഴി വായ്പ എടുത്തിരുന്നു. അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ലോൺ എടുത്തത്. വീട്ടുകാരുടെ സഹായത്തോടെ നിതിൻ വായ്പ തിരിച്ചടച്ചു തുടങ്ങിയിരുന്നു. ലോൺ ആപ്പ് ഭീഷണിയുണ്ടെങ്കിൽ കോളേജ് അധികൃതർക്ക് ബന്ധുക്കളെ അറിയിക്കാമായിരുന്നുവെന്നും നിതിന്റെ പിതാവ് മീഡിയ വണ്ണോട് പറഞ്ഞു. നിതിൻ രാജിനെ അധ്യാപകർ ഭീഷണിപ്പെടുത്തിയതാകാമെന്നും ഇന്റേണൽ മാർക്ക് അധ്യാപകർ നൽകുന്ന ദാനമല്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. നിയമ നടപടി ഇതൊരു കൊലപാതകം തന്നെയാണ്. കാരണം ഒരു കുട്ടിയെ, ഒരു കോളേജിലെ ഒരു സ്റ്റാഫിനെ, ഒരു അധ്യാപകരെ പോലും ഈ ബോഡിയുടെ കൂടെ അയച്ചിട്ടില്ല. ഒരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടെന്നാണ് ഇപ്പോൾ എല്ലാ ചാനലിലും അവരറിയിച്ചിരിക്കുന്നത്. പക്ഷേ ആ ലോൺ ആപ്പിൻ്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ അവരറിയിച്ചില്ല. ഞങ്ങളെ വീട്ടിൽ പറഞ്ഞിട്ട് എൻ്റെ ഭാര്യ സുഖമില്ലാതെ, അവൻ്റെ അമ്മ സുഖമില്ലാതെ 1.5 മാസം മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോഴും ഒരുപാട് ക്യാഷുകളായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിൽ അവനൊരു ലോൺ ആപ്പ് എടുത്തിട്ടുണ്ട്. അത് എന്നോട് പറഞ്ഞിട്ടാണ് അവൻ എല്ലാം ചെയ്തെടുത്തത്. അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞാണ് ഞാൻ ജോലിക്ക് ഇറങ്ങിയത്. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളും അടക്കമുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ അവർക്കങ്ങനെ ഒരു പ്രഷറുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാമായിരുന്നു. ഞങ്ങൾ എന്ത് വില കൊടുത്തും 15,000 രൂപയും 14,000 രൂപയും കണ്ടിയാണ്. അത് ഞങ്ങൾ അടക്കി വരുന്നല്ലോ. ഒരു ജീവൻ കൊണ്ടല്ലേ ഇവർ കളിച്ചത്. റാം സാറിനെ പോലെയുള്ള ആൾക്കാർ നമ്മുടെ ഈ വിദ്യാഭ്യാസ രംഗത്തിൽ തന്നെ അപമാനമായിരിക്കുന്ന നിലയിലുള്ള പെരുമാറ്റമാണ് കേട്ടറിഞ്ഞിടത്തോളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്റേണൽ മാർക്ക് വച്ച് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുക, അവർ പല കാര്യങ്ങൾക്കും വഴങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പല കുട്ടികളും ഇത് പുറത്ത് പറയുന്നില്ല. ഇതൊരു വലിയ ആയുധമാക്കി ഈ നല്ലൊരു ശതമാനം അധ്യാപകർ ഉപയോഗപ്പെടുത്തുകയാണ്. എന്തായാലും സംസ്ഥാന ഗവൺമെൻറ് ഇത് വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാണുകയാണ്. 7 പ്രത്യേക ടീമിനെ ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. രജീഷ് നരിക്കുനി വിവരങ്ങളുമായി ചേരുന്നു. രജീഷ്, എന്താണ് കുടുംബം ആരോപിക്കുന്നത്? ഈ ലോണാപ്പുമായി ബന്ധപ്പെട്ട വിവരം പോലീസിന് കൈമാറിയത് കോളേജ് അധികൃതർ തന്നെയാണോ? അതായത് മരണത്തിന് കാരണം ലോണാപ്പ് വഴിയുള്ള ഭീഷണിയാണോ എന്ന് വരുത്തി തീർക്കുകയാണ് കോളേജ് എന്നാണോ ഇവരുടെ ആരോപണം? അജീം, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇത്തരം ലോൺ ആപ്പിന്റെ ഭീഷണി ഏതെങ്കിലും തരത്തിലുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട അവിടുത്തെ സ്കൂൾ അധ്യാപികയെ ഇത്തരം ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്ന കാര്യമൊക്കെ തന്നെ എന്തുകൊണ്ട് കുടുംബത്തെ അറിയിച്ചില്ല? സ്കൂൾ അധികൃതരോ അധ്യാപികയോ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട കുടുംബത്തെ അറിയിച്ചിരുന്നില്ല എന്നാണ് പിതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്. എങ്ങനെ ഉണ്ടെങ്കിൽ തങ്ങൾ ആ പണം അടച്ചതിനെ ഇത്തരമൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകുമായിരുന്നില്ല. അത് ഒരിക്കലും അറിയിക്കാൻ ഈ കോളേജ് അധ്യാപകരോ അവിടുത്തെ പ്രിൻസിപ്പാളോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല എന്നും ഇതുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾ ആരോപിക്കുന്നുണ്ട്. ഇന്ന് അന്വേഷണ സംഘം ഇവിടെ എത്തി മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഒരു വൈകാതെ തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അന്വേഷണ സംഘം ഒരുപക്ഷെ ഇവിടെ എത്തി മൊഴി രേഖപ്പെടുത്തും. 7 അംഗ സംഘത്തെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ അവിടെ കണ്ണൂരിലുള്ള CCTV ദൃശ്യങ്ങളകം തന്നെ ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ വിപുലമായ രീതിയിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ലോൺ ആപ്പിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടക്കുന്നെന്ന ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതായത് ജാതി അധിക്ഷേപവും അധ്യാപകരുടെയും ഒപ്പം തന്നെ സ്കൂളിലെ മറ്റു ജീവനക്കാരുടെയും അധിക്ഷേപം മറയ്ക്കാനാണ് ഈ ലോൺ ആപ്പിലേക്ക് ഇപ്പോൾ അന്വേഷണം കേന്ദ്രീകരിച്ചിട്ടുള്ളതെന്ന ആരോപണവും കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം വൈകാതെ തന്നെ നിതിൻ രാജിന്റെ വീട്ടിലെത്തി അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി രജീഷ്.